ഇതെന്താ രണ്ടാളും ഉറങ്ങാത്തേ? അമ്മ ഒരു കഥ പറഞ്ഞുതരുമോ? അമ്മ നല്ലൊരു കഥ പറഞ്ഞുതരുമോ? ആരാ കഥയാ വേണ്ടേ? കാട്ടിലെ മൃഗങ്ങളെ. മൃഗങ്ങളാദ്യ വേണ്ടേ? എന്നാ അമ്മ ഒരു കഥ പറഞ്ഞുതരാം. ആരാ കഥയെന്നറിയാ? ഒരു ചെറിയ മാൻകുട്ടീൻ്റെ കഥ. പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു മാൻകുട്ടി ഉണ്ടായിരുന്നു. മാൻകുട്ടി ഒരു ദിവസം ഇങ്ങനെ കൂട്ടുകാരിയെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കാട്ടിലേക്ക് ഓടി നടക്കുമായിരുന്നു. എന്തിനാ കൂട്ടുകാരെ നോക്കിയിട്ട് നടക്കുന്നത്? കളിക്കാൻ വേണ്ടിയിട്ടല്ലേ? കളിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൂട്ടുകാരുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കാട്ടിലേക്ക് ഓടി നടക്കുമായിരുന്നേ. പെട്ടെന്ന് കാട്ടിന് നടുവിലെത്തിയാലും പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. എങ്ങനെയുള്ള സൗണ്ട് കേട്ടെ? ഒരു വലിയൊരു സൗണ്ട്. ആരെ സൗണ്ടാന്നറിയാ? കാട്ടിലെ രാജാവിൻ്റെ സൗണ്ട്. ആരാ കാട്ടിലെ രാജാവ്? സിംഹത്തിൻ്റെ സൗണ്ട് കേട്ട് മാൻകുട്ടിയെ ഇപ്പോൾ ഓടി ഒളിക്കാൻ നോക്കി. എല്ലാ സ്ഥലത്തും മാൻകുട്ടി ഇങ്ങനെ ഓടി നോക്കുകയാണേ. പെട്ടെന്ന് ഒരു വള്ളിച്ചെടി അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. വള്ളിച്ചെടി വിളിച്ചു പറഞ്ഞ്, മാൻകുട്ടി ഓടി ഇങ്ങോട്ടേക്ക് പോര്, എൻ്റെ ഉള്ളിൽ ഒളിച്ചോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇലയൊന്നും മറിഞ്ഞിട്ട് നിന്നെ ആരും കാണൂല എന്ന് പറഞ്ഞു. അങ്ങനെ മാൻകുട്ടി എന്ത് ചെയ്തു? ആ വള്ളീനുള്ളിൽ കയറി നിന്നു. സിംഹം ഇങ്ങനെ എല്ലാവരുടെയും പരതി നോക്കി, മാൻകുട്ടീനെ കാണുന്നുണ്ടോ നോക്കി. ഇല്ല, മാൻകുട്ടീനെ കാണുന്നില്ല. മാൻകുട്ടി വള്ളീൻ്റെ ഉള്ളിൽ ഒളിച്ചിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് മാൻകുട്ടീനെ കാണുന്നില്ല. അങ്ങനെ കുറേ സമയം സിംഹം ഇങ്ങനെ പരതി നോക്കുന്നേരം മാൻകുട്ടി ഇങ്ങനെ വള്ളീൻ്റെ ഉള്ളിൽ തന്നെ ഒളിച്ച് നിന്ന്. അപ്പോൾ കുറേ സമയം ഇങ്ങനെ നിന്നപ്പോൾ മാൻകുട്ടിക്കൊരു സൂത്രം തോന്നി. മാൻകുട്ടി എന്ത് ചെയ്തെന്നറിയാം? ഇല്ല, മാൻകുട്ടീനെ കണ്ടിട്ടില്ല. മാൻകുട്ടി ഇങ്ങനെ വള്ളീൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മാൻകുട്ടി എന്ത് ചെയ്തെന്നറിയാം? ആ വള്ളീൻ്റെ ഓരോ ഇല മെല്ലെ മെല്ലെ കടിച്ച് തിന്നാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ വള്ളീൻ്റെ ഇല വള്ളീൻ്റെ ഇലയെല്ലാം എന്ത് ചെയ്തു? മുഴുവനായിട്ടും മാൻകുട്ടി തിന്നു. ഇപ്പോൾ നോക്കും വള്ളിക്ക് ഇലയൊന്നുമില്ല. അപ്പോൾ സിംഹം എന്ത് ചെയ്തു? ഇങ്ങനെ പരതി വരുന്ന സമയത്ത് അതിന് പെട്ടെന്ന് മാൻകുട്ടീനെ കാണാൻ പറ്റി. സിംഹം അപ്പം എന്ത് ചെയ്തു? വേഗം ചാടി വീണിട്ട് മാൻകുട്ടീനെ പിടിച്ച്. സിംഹം തിന്ന് മാൻകുട്ടീനെ തിന്ന്. അപ്പോൾ മാൻകുട്ടിക്ക് എന്നാ പറ്റിയേ? അതിനെ രക്ഷിച്ച വള്ളിച്ചെടിനെ അതെന്നാ ചെയ്തേ? ഇല തിന്ന് കളഞ്ഞല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? അന്നേരം എന്ത് ചെയ്തു? മാൻകുട്ടി അപകടത്തിലായല്ലേ? അപ്പം നമ്മൾ എന്നാ ഈ കഥയിൽ നിന്ന് പഠിച്ചേ? നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും? ഒരാൾ നമ്മളെ ഒളിക്കാൻ വിളിച്ചാൽ നമ്മൾ അയാളെ ഇലയൊന്നും പറിച്ചാൽ നമ്മളൊരാളെ രക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളൊരാളെ രക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരെ എന്താക്കാൻ പാടില്ല? ആപത്തിലൊന്നും പെടുത്താൻ പാടില്ല അല്ലേ? നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പാടില്ല അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അപകടം സംഭവിക്കും അല്ലേ? അപ്പം ഇതാണ് ഇന്നത്തെ